పుయ్యరుగా పన్నీరు గంధము పుయ్యరుగా అందమైన యదునందనుపై కుందరదనలిరమోదక పరిమళ గంధము పుయ్యరుగా గంధము పుయ్యరుగా పన్నీరు గంధము పుయ్యరుగా. സീത, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നീ കരയേണ്ടതുമില്ല. നിന്നെ ഭയപ്പെടുത്താനല്ല വന്നത്, നിനക്കൊരു അപകട സൂചന തരാൻ വേണ്ടിയാണ് വന്നത്. അപകട സൂചനയോ? നിങ്ങളാരാ? ഞാനാരാന്ന് നീ അറിയും. അറിയുന്ന ദിവസം ദൂരമല്ല, വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളാണ്. നീ പേടിക്കേണ്ട, നീ ഒന്ന് ശ്രദ്ധ പുലർത്തിയാൽ മതി. എന്താ വരാൻ പോകുന്നത്? അതെന്താന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അത് നീ അറിയും. എന്തായാലും എനിക്കൊരു കാര്യം പറയാനുള്ളൂ. നീ ഏറ്റവും കൂടുതൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് ഇനി നീ പോകരുത്. പോയാൽ അതിൻ്റെ ജീവിതം തന്നെ ആപത്തായിരിക്കും. അത് ഏതാ സ്ഥലം? അയ്യോ പോലെ പറഞ്ഞിട്ട് പോ. എൻ്റെ ദൈവമേ, ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? ഞാൻ സ്വപ്നം കണ്ടതാണോ? ദൈവമേ, നീരെ കാത്തോളെ. ആടെ തല പിടിക്കണോ ദൈവമേ. ഞാനെന്താ ഇവിടെ? ഞാൻ ഇന്നലെ ബാലക്കുള്ളിലായിരുന്നു, ഇവിടെ തന്നെ എത്തി. ഇന്നലെ എന്താ നടന്നേ? സ്വപ്നം കണ്ടതാണോ? പൊന്നു സീത, ഇതൊക്കെ വിട്. എണീച്ച് റെഡിയായി ഡാൻസ് ക്ലാസ്സിൽ പോവാം. അവിടെ പോയിരിക്കും, എനിക്ക് കുറച്ച് സമാധാനമൊക്കെ കിട്ടും. ദൈവമേ, ഇന്നലെ രാത്രി എന്തൊക്കെയോ നടന്നു. അതെന്റെ തോന്നലോ അല്ലെങ്കിൽ സ്വപ്നം വല്ലതാവണ. എന്റെ ദൈവമേ, ഇവിടെ എന്താ പറയാണ്ട് വന്നത്? പൊന്നോ, എന്നിട്ട് അമ്മയുടെ ചീത്ത ഞാനും കേൾക്കണം. അതൊക്കെ പറഞ്ഞിട്ട് വന്നാ എന്താ? വെള്ളത്തിനൊക്കെ എന്താ തണുപ്പ്. ആ കാലം അന്നെടുത്ത ഫോട്ടോ ആർക്കെങ്കിലൊക്കെ കാണിച്ചോ എന്തോ? ഡിലീറ്റ് ആക്കാൻ പാടില്ല നേർക്ക്. എന്ത് കഷ്ടമൊക്കെ. ചേച്ചിയെ, ഏത് കാലിന് തിളക്കണാരെയാ പറഞ്ഞോണ്ടിരിക്കണേ? ആ നീയോ? വാ ഇരിക്ക്. അതൊന്നുമില്ല, ചുമ്മാ ഓരോന്ന് പറഞ്ഞിരുന്നതാ. നമ്മൾ അന്ന് കണ്ട് മിണ്ടിയത് മാത്രമല്ലേ ഉള്ളൂ, പിന്നെ മിണ്ടിയില്ലല്ലോ. എനിക്ക് ഒട്ടും ടൈം കിട്ടിയില്ലായിരുന്നു. അതൊന്നും സാരല്ല രാധേ, സമയമുണ്ടല്ലോ, നമുക്ക് സംസാരിക്കാം. അതും ശരിയാ. ആ ചേച്ചി, അമ്പലത്തിൽ ഉത്സവം കഴിയുമ്പോൾ തന്നെ ചേച്ചി പോവോ? ഞാനോ? ഇവിടെ ഡാൻസ് ക്ലാസ്സില് കുഞ്ഞി പിള്ളേരുടെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടില്ല. അവരുടെ അരങ്ങേറ്റത്തിനുള്ള സമയം കഴിഞ്ഞു. അപ്പം ഞാൻ അതും കൂടെ കഴിഞ്ഞിട്ട് പോവാന്ന് ഓർത്തിരിക്കുക. അത് തറവാട്ടിലൊന്ന് പറഞ്ഞു നോക്കണം. സമ്മതിക്കുവാണെങ്കിൽ ഞാൻ അരങ്ങേറ്റത്തിന് നിൽക്കും, അല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ ഉത്സവം കഴിയുമ്പോൾ തന്നെ പോകും. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ആ തിരക്കിൻ്റെ ഇടക്കാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഈ ചേച്ചി വിളി അതൊരു മാതിരിയാണ്. തനിക്ക് എത്ര വയസ്സുണ്ട്? ആ, അത് നല്ല കാര്യമാണ്. ഞാൻ കേട്ടായിരുന്നു പിള്ളേരുടെ അരങ്ങേറ്റം ക്യാൻസലായാലൊക്കെ. ആ, എനിക്ക് 23 വയസ്സ്. ആഹാ, എനിക്ക് 23. അപ്പോൾ നമ്മൾ രണ്ടും സമപ്രായക്കാരാ. എന്നിട്ട് നീ ചേച്ചിനെ വിളിക്കണേ? എനിക്ക് ഓക്കെ, ഞാൻ സീതാന്ന് വിളിക്കാം. പിന്നെ ഈ രാധ അങ്ങനെ വിളിക്കണ്ട, എന്തോ ഭയങ്കര ഗ്യാപ്പുള്ള പോലെ. എന്നെ രാധ എന്ന് വിളിച്ചോ, എല്ലാവരും അങ്ങനെ വിളിക്കണേ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞോലെ രാധ മാറ്റി യാതു ആക്കി. പിന്നെ തൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അതൊന്നും നമ്മൾ ചോദിച്ചില്ലോ, പേര് മാത്രമല്ലേ എന്ന് ചോദിച്ചുള്ളൂ. ആ, എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ എനിക്കൊരു ചേട്ടനും കൂടെ ഉണ്ട്. ചേട്ടൻ ഇവിടെയല്ല, ഹൈദരാബാദാ. ചേട്ടന് ഡോക്ടറാ, അവിടെ വർക്ക് ചെയ്യുക. എനിക്ക് അച്ഛനും അമ്മയും ചേട്ടനും. സത്യം പറയാലോ, ഇവിടെ വന്നേ പിന്നെ എൻ്റെ ഒറിജിനൽ സ്വഭാവമൊക്കെ വെച്ച് ഞാൻ വർത്താനം പറയാൻ തുടങ്ങി നിൻ്റെ അടുത്ത. എനിക്ക് വേറെ ആരോടും ഓപ്പൺ മൈൻഡ് ആവാൻ പറ്റണ്ടായിരുന്നില്ല.
ആ അതെനിക്ക് തോന്നി. ഞാൻ അന്ന് വീട്ടിൽ വന്ന ഇയാൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇയാൾ ഇൻവേർട്ടറായി നിൽക്കണ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാളുടെ സ്വഭാവം ഒന്നും ഇങ്ങനെയല്ലാന്ന്. അത് നമ്മുടെ വൈബിനത്തെ ഒരാളെ കാണാത്തതുകൊണ്ടാണ്. ഇവിടെ അങ്ങനത്തെ ആൾക്കാർ കുറവാണ്. നമ്മുടെ പ്രായമുള്ള പെണ്ണുങ്ങളൊന്നും പുറത്തേക്ക് വലിയ ഇറങ്ങലൊന്നുമില്ല, എപ്പോഴും വീട്ടിൽ തന്നെയാണ്. പിന്നെ എനിക്ക് 3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരുടെ കല്യാണമൊക്കെ നേരത്തെ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോഴാണ് ഇയാൾ വന്നത്. ആ ഇനി നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കാം. ഞാൻ എന്തായാലും അരങ്ങേറ്റത്തിന് സമ്മതിക്കുവാണെങ്കിൽ ഞാൻ ഒരു 5-6 മാസം കാണും, അല്ലെങ്കിൽ 1 മാസം കാണും. എന്നാലും സാരല്ല, നമുക്ക് അടിച്ചു പൊളിക്കാലോ. ഉത്സവമൊക്കെ അല്ലേ വരണേ. അതെ, ഉത്സവം അടിച്ചു പൊളിക്കാനുള്ളതാണ്. വർഷത്തിൽ ഒരിക്കലുള്ളതുകൊണ്ട് ശരിക്കും നമ്മൾ അടിച്ചു പൊളിക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കാം, സത്യം പറയുമോ? ആ പിന്നെന്താ, സത്യം പറയാലോ. ഇയാൾ ചോദിക്കുക. ഇയാളൊന്ന് ചുറ്റുവട്ടനും ബിങ്കോൾഫി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ദൈവമേ, അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അയ്യോ, അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആരോടും പറയണ്ട കേട്ടാ. ആ അതെനിക്ക് തോന്നി. കാരണം ഇയാളെ വീട്ടിൽ വരുമ്പോ കിച്ചേട്ടൻ്റെ മുഖത്ത് പ്രത്യേക സന്തോഷവും ചിരിക്കുക. അപ്പം അതെനിക്ക് മനസ്സിലായി. ഞാൻ ഓർത്ത് 1 സൈഡാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കിയതാ, ഇപ്പൊ കൺഫേം ആയി. തുടങ്ങിയിട്ട് ഇപ്പം 3 കൊല്ലമായി. ഇതുപോലെ ഒരു അമ്പലോത്സവത്തിൻ്റെ സമയത്തായിരുന്നു തുടങ്ങിയത്. സീത, നീ ഓക്കെ അല്ലേ? എന്താ പറ്റി? കണ്ണറിഞ്ഞല്ലോ. എന്താന്നറിയില്ല, പെട്ടെന്ന് മേലെ വീണ്ടെടുക്കണു. എന്തോ ശ്വാസം കൂട്ടണേക്കെ പോലെ അസ്വസ്ഥത. അതെന്താ ഇങ്ങനെ കാലൊക്കെ വീണ്ടെടുക്കണേ? അയ്യോ, എന്നാ പറ്റിയ? ഞാൻ ആരെങ്കിലും വിളിക്കട്ടെ? അയ്യോ സീത, അയ്യോ ഭാര്യ വിളിക്കുക. രാമുവേട്ടാ, ഓടി വന്നേ. അത് രാധു അല്ലേ വിളിക്കണേ? എന്നതാ പറ്റിയ? രാധു, സീത, സീത, എനിക്ക് എന്നെ പറ്റി എനിക്കടാ. గంధము పుయ్యరుగా పన్నీరు గంధము పుయ్యరుగా అందమైన యదునందనుపై కుందరదనలిరమోదక పరిమళ గంధము పుయ్యరుగా గంధము పుయ్యరుగా పన్నీరు గంధము పుయ్యరుగా